മാഷേ. ആ ഓമനക്കുട്ടനോ? നീ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. മുത്തശ്ശിയും കൊണ്ട് വള്ളിക്കാവില് 3 ദിവസത്തെ ഭജനത്തിന് പോയതാ. ഇന്നലെ വൈകുന്നേരം വന്നത്. വന്നപ്പോഴറിഞ്ഞത് നീ പിള്ളച്ചന്റെ വീട്ടിൽ നിന്ന് മാലുവിനെയും കൂട്ടിട്ട് പോയെന്ന്. അങ്ങനെ പറ്റിപ്പോയി. മാഷ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എന്ത് ഹെൽപ്പ്? എനിക്കൊരു 2000 രൂപ വേണം. മാലുവിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ഞാൻ ചെക്കപ്പിന് പോയിരുന്നു. അപ്പൊ ഡോക്ടർ കുറച്ച് മരുന്നും ടെസ്റ്റും സ്കാനിങ്ങും എല്ലാം പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എന്റെ കയ്യിലാണെങ്കിൽ 10 പൈസ ഇല്ല. ആ റൊസാരിയോടാണെങ്കിൽ ചോദിക്കാൻ പറ്റില്ല. ഈ 1-ാം തീയതി മുതൽ ഞാൻ അവിടുത്തെ പണി വിടുക. എന്നിട്ട് വേറൊരു സ്ഥലത്ത് ജോലി ശരിയായിട്ടുണ്ട്. ശമ്പളം കിട്ടുമ്പോ 3-4 മാസം കൊണ്ട് ഞാൻ തന്നു തീർത്തോളാം. ഇപ്പോ സഹായം ചോദിക്കാൻ എനിക്ക് മാഷ് മാത്രമേ ഉള്ളൂ. ഞാനൊന്ന് പറയട്ടെ, ഈ 2000 രൂപ കൊണ്ട് നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരുവോ? ഇല്ല. ആവശ്യങ്ങൾ ഇനിയും കൂടി കൂടി വരികയല്ലേ. അപ്പോഴൊക്കെ എങ്ങനെ കടം വാങ്ങാൻ പറ്റുമോ? അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോ ചിന്തിക്കണില്ല മാഷെ. അപ്പൊ എന്തെങ്കിലും വഴികള് ഈശ്വരൻ കാണിച്ചു തരും. നീ ഈ വാശിയും കടമ്പിടുത്തവും കളഞ്ഞ് അവളെയും വിളിച്ചോണ്ട് വീട്ടിലേക്ക് തന്നെ ചെല്ലുക. അച്ഛന്റെ മുന്നിൽ മോന്റെ തല കുനിഞ്ഞെന്ന് വെച്ച് ഒരു നാണക്കെടും ഇല്ല. അതുകൊണ്ട് നിനക്ക് നന്നേ വരുള്ളൂ. ഞാൻ വരട്ടെ മാഷെ. ഓമനക്കുട്ടാ, ഓമനക്കുട്ടാ, ഓമനക്കുട്ടാ. മാഷോ? കുറച്ച് ഓറഞ്ചാ. വീട് കണ്ടുപിടിക്കാൻ അല്പം വിഷമിച്ചു. കണ്ടു കഴിഞ്ഞപ്പോ അതിലേറെ വിഷമായി. ഇങ്ങനൊരു സ്ഥലത്ത് ഇത് എന്നെ കിട്ടിയത് മഹാഭാഗ്യ. മാഷ അകത്തേക്ക് ഇരിക്കണില്ല, പോണം. പതിവില്ലാണ്ട് യാത്ര ചെയ്തുകൊണ്ടാണോന്ന് അറിയില്ല. മുത്തശ്ശിക്ക് നല്ല സുഖമില്ല. ടൗണിലേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞാ ഞാനിങ്ങോട്ട് പോകുന്നത്. ദാ നീ ചോദിച്ച രൂപ 2000 ഉണ്ട്. തരാൻ പറ്റുന്ന കടങ്ങളെക്കാൾ തീർക്കാൻ പറ്റാത്ത കടങ്ങളാ എനിക്ക് മാഷിനോട്. അതൊന്നും സാരമില്ലടോ. ഈ സമയത്ത് മനസ്സ് വിഷമിപ്പിക്കരുത്. കുഞ്ഞിനാ കേട്. വരട്ടെ മാഷേ. അമ്മയോട് പറയണം ഞങ്ങൾക്ക് സുഖമാണെന്ന്. എന്താടോ ഇത്? ഇത് വലിയ മതിൽ വെച്ചൂടാ. ഓട്ടോ തിരിച്ചിട്ടോ, എന്തും സംഭവിക്കാം. മാലു, ഉച്ചക്കുണ്ണാൻ അരി കുറച്ച് കൂടുതലിട്ടോ. അവിയലും കാളനും ഒക്കെ വെക്കാനുള്ള നേരം ഉണ്ട്. ഒന്നും കുറയ്ക്കണ്ട. കുഞ്ഞമ്മാവനാണ് നല്ല വിശപ്പും. അവിയലോ? എന്താ നമസ്കാരം. ഇത് തേങ്ങ, ഇത് കൊല. അപ്പൊ തേങ്ങ കൊല. കുട്ടാന്റെ തണ്ടാണ മോന്റെ കടന്നില് കുറ്റിമാരി വീർത്തിരിക്കണേ. എന്താ തെളിച്ചോ? ഇത് കുറച്ച് ഉണ്ണിയപ്പ ശാരദാമ്മേ. അഷ്ടപുരോഹിണിക്ക് തറവാട്ടമ്പലത്തിൽ ഉണ്ണിക്കണ്ണ നേരിച്ചതാ. മാലുവിന് കുറച്ച് കൊണ്ടുവരാതിരിക്കാൻ മനസ്സ് വന്നില്ല. എവിടെ മാലുവും കുട്ടനും? കുട്ടളിയോ, കുട്ടളിയോ, അച്ചോട്ടിൻ തണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങി വാ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. അളിയനും മരുമോളൊന്നും ഈ വീട്ടിലില്ല. പിന്നെ ഇത് ഓമനക്കുട്ടന്റെ വീടല്ലേ? അല്ല, ഇത് നമ്പീശന്റെ വീടാ. നിങ്ങളെന്താ കുടിച്ചിട്ടുണ്ടോ? ശാരദാമ്മേ, എന്താ ഈ നമ്പീശൻ പറയണേ? ഞങ്ങളുടെ കുട്ടികൾ എവിടെ? നമ്മുടെ കുട്ടികളൊന്നും ഇവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. വെറുതെ ഒച്ച ഓളിയിട്ട് ആളെ കൂട്ടാതെ മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നത് നല്ലത്. എടോ, താൻ എന്റെ മാലുവിനെ സ്റ്റൗ ഒട്ടിച്ച് കൊന്നല്ലേ? സത്യം പറയണോ? അവിടെ എന്റെ മാലും കുട്ടളിയിലും പോയി അന്വേഷിക്കണം. അപ്പോളേ നമ്മൾ തമ്മിലൊരു കരാറുമില്ല. ഉണ്ടോ? ഇല്ല. നിങ്ങളുടെ മരുമോളെ നിങ്ങൾ കെട്ടിച്ചു. ചെക്കൻ താൻ തോന്നിയാണെന്ന് അന്വേഷിച്ചോ? അന്വേഷിച്ചില്ല. തന്തയുടെ ചൊൽവിളിക്ക് വളർന്നതാണെന്ന് ചോദിച്ചോ? അതുമില്ല. അപ്പൊ പിന്നെ ചോദ്യം വേണ്ട, മര്യാദയ്ക്ക് ഇറങ്ങി പോവുക. വെറുതെ ചവിട്ടി കടി മേടിക്കരുത്. താൻ ഒലത്തും. എടോ, മര്യാദയ്ക്ക് ഞങ്ങൾ കുട്ടികൾക്ക് എന്ത് പറ്റുന്നു പറ. ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ വീട് തീ വയ്ക്കും. കുട്ടളീന്റെ തന്തയ്ക്ക് പൂരപ്പാട്ട് അറിയോ? താനാരോ തന്നാരോ തന്നെ, താനാരോ താനാരോ. വാള് പിടിക്കണ കയ്യ്, ചോരക്ക് ചോര, കൊല്ലാതെ കൊല്ലും. പറപ്പിച്ച് പോയി താൻ കുട്ടളീന്റെ തന്തോ അല്ല കാലിനോ? എന്റെ ദൈവമേ, വെളുക്കാത്ത പാണ്ടായല്ലോ. പാണ്ടല്ല, പുണ്ണായി. എന്നെ എന്റെ മോനെ ശത്രുക്കളാക്കി മാറ്റിയത് നിങ്ങളൊക്കെ കൂടിയാ. എന്നിട്ട് ഉമ്മർത്ത് വന്നെന്ന് മുണ്ടും മടയക്കുത്തി നിയമം പറഞ്ഞോണ്ടല്ലോ. നിയമം ഞാൻ പഠിപ്പിക്കും നിങ്ങളെ. അന്ന് ഞാൻ പറഞ്ഞതായി പഠിച്ചവിട്ടരുന്ന്.
ഇനി വന്ന രണ്ടിന്റെ മുട്ടിയേറിട്ട് ഞാൻ പൊട്ടിക്കും പറഞ്ഞേക്കാം. ചേർത്ത് തല്ലി പൊട്ടിയ തനിക്കെന്റെ കൊപ്രപ്പണിയോ ഒന്ന് പോണോ കിളവാ. അയ്യോ ഇറങ്ങി പൊയ്ക്കോളൂ രണ്ടുപേരും. പോകാനോ? പോണില്ല. ഞങ്ങളെ പിള്ളേർ എവിടെയെന്ന് പറയാതെ ഞങ്ങൾ ഇവിടുന്ന് പോണില്ല. അച്ഛന്റെ അടുത്ത് വഴക്കിട്ട് ഇറങ്ങി പോയതാ രണ്ടാളും. എവിടെന്നറിയില്ല. ആ കുട്ടിക്കാണെങ്കിൽ വിശേഷമുണ്ട്. ശ്രദ്ധ വേണ്ട സമയം എവിടെ അച്ചാലും കുഞ്ഞിരാമൻ അവരെ കണ്ടുപിടിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോണം. ഇനി വഴക്കിനൊന്നും നിൽക്കണ്ട. മാമോളെ, ഇനി എന്തിനാ ഇവിടെ നിക്കണേ? നമുക്ക് പോവാം. ചാക്കെടുത്തു. ആഹാ, തല്ലി കൊണ്ടതും പോലെ ഇനി ചാക്ക് എടുക്കണോ? സൗകര്യം നീ എടുത്തിട്ട് തന്നാ മതി. കൊല ഞാൻ എടുക്കാം. ദേ, തന്നിരിക്കുന്ന മരുന്നൊക്കെ സമയത്ത് കഴിച്ചോളണം. അവസാനം എനിക്ക് പണി ഉണ്ടാക്കരുത് കേട്ടോ. ഇവിടെ താമസിക്കുന്നെന്ന് എങ്ങനെയാ മനസ്സിലായേ? എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന സബിതയുടെ വീട് ഇവിടെ അടുത്താ. അവളാ പറഞ്ഞേ ഏട്ടനും ഏടത്തി ഇവിടെയാ താമസിക്കണെന്ന്. ഓൾക്ക് സുഖാണോ? മോളല്ല, ചക്കപ്പോത്ത ദീപക്കുറ്റി. എന്റെ വീപ്പക്കുറ്റിക്ക് മൂത്താപ്പയുടെ കൊട്ടാരം കാണണ്ടേ? വാ. ഏട്ടന്റെ വീട്ടിലേക്ക് വരെയല്ലേ? ഏട്ടൻ പോയതിനു ശേഷം അമ്മക്ക് അറിയാത്ത ഒരു ദിവസവും ഇല്ല. ഏടത്തിക്ക് ഇങ്ങ് പറഞ്ഞൂടെ ഏട്ടനോട്? ഏട്ടനില്ലാണ്ട് എനിക്ക് അവിടെ ഒരു രസവും ഇല്ല ഏട്ടാ. അയ്യേ, വലിയ പെൺകുട്ടികള് ഇങ്ങനെ കരയ. മോൾക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ. ഏട്ടനോട് തൊട്ടടുത്തില്ലേ? വേഗം പൊക്കോ. വീട്ടിലെ അമ്മയൊക്കെ മോളെ കാണാണ്ട് വിഷമിച്ചിരിപ്പുണ്ടാവും. പടി വരെ ഏട്ടൻ കൊണ്ടാക്കാം. വേണ്ട, ഞാൻ തന്നെ പോയിക്കോളാം. മേ ഐ കം ഇൻ സർ? യെസ് കം ഇൻ. ഓ, മിസ് ഓമനക്കുട്ടൻ ജോയിൻ ചെയ്യാൻ വന്നതായിരിക്കും. അതെ സർ. ബോണ്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? അതൊന്നും വേണ്ടെന്നല്ലേ സാറെന്ന് പറഞ്ഞത്? യെസ്, അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത് തന്റെ അച്ഛൻ തനിക്ക് ഗ്യാരണ്ടി നിൽക്കുമല്ലോ എന്ന് കരുതിയാണ്. തന്റെ അച്ഛനെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോ എനിക്കങ്ങനെ ഒരു മകനേ ഇല്ലെന്നാണ് എന്നോട് പറഞ്ഞത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്പീസിനെ ഇൻസൾട്ട് ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല. അച്ഛനെ തോൽപ്പിക്കാൻ നടക്കുന്ന മക്കളെ ഞാൻ എൻകറേജ് ചെയ്യില്ല. ഒരു മകൻ എന്ന നിലയ്ക്ക് താൻ ഇപ്പോൾ വേണ്ട സർ, ഉപദേശമല്ല, ജോലിയാണ് ഞാൻ ചോദിച്ചത്. സ്വന്തം കാലിൽ നിൽക്കുന്ന ജപ്പാനിലെ കുട്ടികളെ കണ്ട് AC മുറിയിലെ കറങ്ങുന്ന കസേരയിലിരുന്ന് കോരി തരിച്ചാൽ മാത്രം പോരെ സാർ. അതിന് ശ്രമിക്കുന്ന കേരളത്തിലെ പിള്ളേരോട് കുറച്ചെങ്കിലും ദയ കാണിക്കണം. വരട്ടെ സാർ. വെരി ബ്രില്യന്റ് അഡ്വൈസ്.